ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മലയാള സാഹിത്യ പുരസ്കാരങ്ങളിൽ പ്രധാന പുരസ്കാരമായിട്ടുള്ള ONV സാഹിത്യ പുരസ്കാരമാണ്. അപ്പോൾ കോഡുകളൊക്കെ വെച്ച് വളരെ കൃത്യമായി തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചു പോവാം. നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം എന്നത് മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ONV കുറുപ്പിന്റെ സ്മരണയ്ക്കായി ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ ഒരു ദേശീയ പുരസ്കാരമാണ്. ONV സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ONV കുറുപ്പിന്റെ സ്മരണയ്ക്കായി ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ദേശീയ പുരസ്കാരമാണ്. അപ്പൊ ചോദിച്ചു കാണാറുണ്ട് ONV എന്നതിന്റെ പൂർണ്ണനാമം എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നതാണ് ONV എന്നതിന്റെ പൂർണ്ണനാമം. അപ്പൊ അദ്ദേഹം 2016 അന്തരിച്ചിട്ടുള്ളത്. അപ്പോൾ ONVയുടെ സ്മരണയ്ക്കായി ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ദേശീയ പുരസ്കാരമാണ് ONV സാഹിത്യ പുരസ്കാരം. 2017 മുതൽ വർഷം തോറും സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകി വരുന്നത്. അപ്പോൾ ONV സാഹിത്യ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനകൾ പരിഗണിച്ചിട്ടാണ്. സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ONV സാഹിത്യ പുരസ്കാരം നൽകി വരുന്നത്. ഏത് വർഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? 2017 മുതലാണ് ONV സാഹിത്യ പുരസ്കാരം നൽകി വരുന്നത്. 3 ലക്ഷം രൂപ, ശില്പം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ചോദിച്ചാൽ അത് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ, ശില്പം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ONV സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത് 2017 മുതലാണ് എന്ന് പഠിച്ചു വെക്കണം. ഇനി സാഹിത്യ പുരസ്കാര ജേതാക്കളെ നമുക്ക് നോക്കിപ്പോവാം. അപ്പൊ നമ്മൾ പഠിച്ചു 2017 മുതലാണ് ONV സാഹിത്യ പുരസ്കാരം നൽകി വരുന്നത്. അപ്പൊ 2017 പ്രഥമ ജേതാവ് ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. 2017 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ സുഗതകുമാരിയാണ്. ഇനി 2024 ജേതാവ് ചോദിച്ചാൽ പ്രതിഭ റായ് ആണ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. 2025 ജേതാവ് ചോദിച്ചാൽ പ്രഭാവർമ്മയാണ്. N പ്രഭാവർമ്മയാണ് 2025 ജേതാവ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ N പ്രഭാവർമ്മയാണ്. ഇനി 2026 ലേറ്റസ്റ്റ് ആയിട്ട് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? M മുകുന്ദനാണ്. M മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന M മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. അപ്പോൾ ONV എന്ന് പറയുമ്പോൾ ONV അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഓൺ എന്ന് കണക്ട് ചെയ്തൂടെ? ഓൺ ദ സ്റ്റേജ് എന്നുള്ള രീതിയിലൊക്കെ ഓൺ എന്ന് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ ആരായിരിക്കുന്നത്? സ്റ്റേജിന് മുകളിൽ നിൽക്കുന്നത് കുമാരിയാണ്. കുമാരി, സ്റ്റേജിന് മുകളിൽ നമ്മുടെ കുമാരി ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് സുഗതകുമാരി എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കുമാരി പ്രതിഭയ്ക്ക് കോഡ് എന്താണ്? കുമാരി പ്രതിഭയ്ക്ക്, കുമാരി പ്രതിഭയ്ക്ക് പ്രഭ മുഖത്ത് എന്ന് പഠിച്ചു വെക്കാം. കുമാരി പ്രതിഭയ്ക്ക് പ്രഭ മുഖത്ത്. അപ്പൊ കുമാരി എന്നതിൽ നിന്ന് പ്രഥമ ജേതാവ് കണക്ട് ചെയ്ത് വെച്ചു സുഗതകുമാരി. 2017 പ്രഥമ ജേതാവ് ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. ഇനി 2024 ജേതാവ് ചോദിച്ചാൽ പ്രതിഭയ്ക്ക് എന്നതിൽ നിന്ന് പ്രതിഭ റായ് എന്ന് കണക്ട് ചെയ്യാലോ. പ്രതിഭയ്ക്ക് പ്രഭ എന്നതിൽ നിന്ന് N പ്രഭാവർമ്മയും കണക്ട് ചെയ്ത് വെക്കാം. മുഖത്ത് എന്നതിൽ നിന്ന് മുകുന്ദൻ എന്നും ഓർത്തിരുന്നൂടെ? 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. അപ്പൊ കോഡ് എന്തായിരുന്നു? പ്രതിഭയ്ക്ക് പ്രഭ മുഖത്ത്. സ്റ്റേജിന് മുകളിൽ നിൽക്കുമ്പോൾ അല്ലെ നമുക്കൊരു അവാർഡൊക്കെ കിട്ടി, ആ ഒരു സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു പ്രഭ അല്ലെ, ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രതിഭയ്ക്ക് പ്രഭ മുഖത്ത്. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്